പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ജ്യൂസുമായിട്ടാണ്. ഇത് നമ്മളെ സ്വന്തം കോക്കനട്ട് ലൈം. നിങ്ങൾ ഇതുവരെ കുടിച്ചിട്ടുണ്ടാവില്ല, ഒരു വെറൈറ്റി ആയിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം വേണ്ട കുറച്ച് ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ എടുത്ത് നമ്മളിങ്ങനെ സെറ്റാക്കി വെക്കുക, എന്നിട്ട് അത് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കാം. വീഡിയോ കാണുന്നവർ തീർച്ചയായും ഫുൾ സ്ക്രീനിൻ്റെ വീഡിയോ കാണുക. അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുക്കുന്നത്. ഇഞ്ചി ഇഷ്ടമുള്ളവർക്കൊക്കെ ലേശം അധികം എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇഞ്ചിയും സെറ്റാക്കി എടുക്കാം. ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ ഇഞ്ചി സെറ്റാക്കി എടുക്കാം. നമ്മുടെ ഇഞ്ചി നാരങ്ങയൊക്കെ സെറ്റായി എടുക്കുമ്പോൾ നമ്മൾ ഇനി കസ്കസാണ് റെഡിയാക്കി എടുക്കുന്നത്. കുറച്ച് കസ്കസ് എടുത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിപ്പോൾ തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ പ്രധാന ഒരു ഐറ്റമാണ് തേങ്ങ. തേങ്ങ നമ്മൾ ഏകദേശം ഒരു മുറി മതിയാവും, അത് തന്നെ അടിപൊളിയായിട്ട് കിട്ടും. അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് ലൈമിൽ എപ്പോഴും ചേർക്കേണ്ട ഒരു ഐറ്റമാണ് ഈ ഏലക്ക എന്ന് പറയുന്നത്. ഏകദേശം 4 ഏലക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ നമുക്കിത് മിക്സിയിലിട്ട് തന്നെ അടിച്ചെടുക്കാം. ആദ്യം നമ്മൾ ഏലക്ക ഇട്ടു, പിന്നെ അതിലോട്ട് ഇഞ്ചി ഇട്ടു. ഇനി ചെറുനാരങ്ങ നീരാണ്. ചെറുനാരങ്ങ നീര് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൽ കുരുപെടാതെ ശ്രദ്ധിക്കണം. ഇതൊന്ന് ലേശം വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാം. ലേശം വെള്ളത്തിൽ അടിച്ചെടുക്കുമ്പോഴാണ് നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്ത് ഇനി നമുക്ക് ഇതിലോട്ട് ഇടാൻ പോകുന്നത് തേങ്ങയാണ്. നമുക്ക് തേങ്ങ ഇടാം. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല തണുത്ത വെള്ളം തന്നെ ഒഴിക്കണം. തണുത്ത വെള്ളത്തിൽ അടിച്ചെടുക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തണുത്ത വെള്ളം തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര അത്യാവശ്യം ഇടണം, കാരണം നാരങ്ങ ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ പഞ്ചസാര അത്യാവശ്യം ആഡ് ചെയ്യണം, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ജ്യൂസ് അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല, സൂപ്പറായിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ലൈം നന്നായിട്ട് അരിച്ചെടുക്കാം. നമ്മുടെ ജ്യൂസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കസ്കസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.